നൈറോബി വിമാനത്താവളത്തിലേക്ക് പോകുമ്പോൾ അവിടെ എയർപോർട്ടിന് തൊട്ട് മുമ്പായിട്ട് റോഡിൽ യാത്രക്കാരെല്ലാവരും ഇറങ്ങണം. എന്നിട്ട് അവരെ സ്ക്രീൻ ചെയ്തിട്ട് വീണ്ടും അവർ വണ്ടിയിൽ കയറണം. വീണ്ടും വണ്ടിയിൽ കയറാൻ പോകുന്ന ആ റോഡിൻ്റെ അവിടെ ഒരു രസകരമായ നോട്ടീസ് ശ്രദ്ധിക്കാനിടയായി. ദിസ് ഈസ് എ കറപ്ഷൻ ഫ്രീ സോൺ. ഇത് അഴിമതി രഹിത സോണാണ്, അല്ലെങ്കിൽ മേഖലയാണ്. ഒരുപാട് എന്നെ ചിന്തിപ്പിച്ച ഒരു പരസ്യമാണ്. ആ രാജ്യം എന്ന് പറയുന്നത് ഒരുപാട് അഴിമതികളുടെ ഒരു കൂമ്പാരമാണ്. ശക്തമായ ദൈവവിശ്വാസമുള്ള ആളുകളുടെ നാടാണ്. ദൈവത്തിൽ വിശ്വാസം, ദൈവത്തെ പേടിയുമാണ് അവർക്ക്. പക്ഷെ അവിടുത്തെ റോഡുകളൊക്കെ വല്ലാത്തൊരു മോശമായ അവസ്ഥയിലാണ്. ഇന്ത്യൻ റോഡുകൾ, ഹൈവേ മാത്രം നന്നാക്കിയിട്ടുണ്ട്. കാരണം അത് വേൾഡ് ബാങ്കിൻ്റെ ഡയറക്റ്റ് സൂപ്പർവിഷൻ നടത്തിയതാണ്. ലോകത്ത് ഒരുപാട് രാഷ്ട്രങ്ങൾക്ക് അവിടെ കമ്പനികളുണ്ട്. കാരണം പ്രൊഡക്ഷൻ കമ്പനികൾ, മാനുഫാക്ചറിങ് കമ്പനികളാണ്. കാരണം അവിടെ ലേബർ ചീപ്പാണ്. അഗ്രികൾച്ചറൽ ഒരുപാട് ആയിരക്കണക്കിന് ഏക്കർ കൃഷി പുറം രാജ്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം അവിടെ എല്ലാം ലേബർ ചീപ്പാണ്, നല്ല മണ്ണാണ്, വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ മെയിൻ റോഡ് ഒഴിച്ച് ബാക്കിയുള്ള റോഡുകൾ നോക്കിക്കഴിഞ്ഞാൽ പരിതാപകരമാണ് സ്ഥിതി. അപ്പോൾ ഒരു ദിവസം അവിടുത്തെ ഒരു ഡ്രൈവറോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അല്പം അറിവുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ റോഡൊക്കെ സർക്കാരിൻ്റെ കണക്കിൽ പലതവണ ടാർ ചെയ്തതാണ്, അത് എല്ലാം പേപ്പറിലാണെന്ന് മാത്രമേ ഉള്ളൂ. അഴിമതി കൊടികുത്തി വാഴുന്ന ഒരു സ്ഥലമാണ്. അഴിമതി അതിൽ തന്നെ തെറ്റലെന്ന് വിശ്വസിക്കുകയും അഴിമതി ഒരു വരുമാന മാർഗമായി കാണുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് അവിടെയുള്ളത്. തൊട്ട് അയൽ രാജ്യമായ ടാൻസാനിയയും ഒട്ടും മോശമല്ല ഇക്കാര്യത്തിൽ. ഭീകരമായ അഴിമതി. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ സൗകര്യങ്ങൾക്ക് അവിടെ ഒരു പ്രാധാന്യവുമില്ല, യാതൊരു മുൻഗണനയുമില്ല. എല്ലാം വികസനം പേപ്പറിൽ മാത്രമേ ഉള്ളൂ. ഒരുപാട് സമ്പത്തുള്ള രാജ്യമാണ്, പക്ഷേ സമ്പത്തെല്ലാം അഴിമതിയിലൂടെ നശിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ പുറം രാജ്യങ്ങൾ അവരുടെ സമ്പത്ത് ചൂഷണം ചെയ്യുന്നു. ഇവർക്ക് ചെറിയ കിക്ക് ബാക്ക് കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ഈ അഴിമതി തെറ്റാണ്, കുറ്റമാണ്, പാപമാണ് എന്ന് പഠിപ്പിക്കാൻ നമ്മുടെ മതങ്ങൾ ശക്തമായ ഒരു മുൻകൈ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ സമൂഹം ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. ഇതിപ്പോൾ ആഫ്രിക്കയിലെ കാര്യം ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം, ആ പരസ്യത്തിൻ്റെ അർത്ഥം അഴിമതിയുള്ള മറ്റ് മേഖലകളുണ്ടെന്ന് തന്നെയാണ്. ഇതൊരു അഴിമതിയില്ലാത്ത മേഖലയാണെന്ന് എഴുതി വെച്ചാൽ മറ്റ് സ്ഥലങ്ങളിൽ അഴിമതി ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അംഗീകരിക്കലും കൂടെ കൂടിയാണ്. അതാണ് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചത്. ഒരു രാജ്യം തന്നെ പരസ്യമായിട്ട് ഇവിടെ അഴിമതി ഉണ്ട് എന്ന് എഴുതി വെക്കണം. മോഷണമുണ്ട് സൂക്ഷിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ അഴിമതിയുണ്ട് എന്ന് പരസ്യമായി എഴുതി വെക്കുന്നത്. ആ നിലവാരത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അപ്പം അഴിമതി തെറ്റാവാൻ കാരണം, കുറ്റമാവാൻ കാരണം, പാപമാകാൻ കാരണം അതൊരു ചൂഷണമാണ്. അവരെന്നെ അർഹതപ്പെട്ടത് ചൂഷണം ചെയ്തെടുക്കുന്നതാണ്. അപ്പം പൗരന് അവകാശപ്പെട്ട റോഡിൻ്റെ ടാറിങ്, നല്ല റോഡ്, അത് അഴിമതിയില്ലാതെ ടാർ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ പൗരന് സുഖമായിട്ട് യാത്ര ചെയ്യാമായിരുന്നു. പാവപ്പെട്ട മനുഷ്യർക്ക് റോഡുകൾ ഉണ്ടാകുമായിരുന്നു. ഇന്നും അവിടെ തോടുകൾ ആണ് റോഡുകൾ. പല സ്ഥലങ്ങളിലും അകത്തേക്ക് പോയി കഴിയുമ്പോൾ മനുഷ്യന് ഉടുക്കാൻ വസ്ത്രം പോലും ഇല്ലാതെ 10-15 വയസ്സായ ആൺകുട്ടികൾ വിവസ്ത്രരായി നടക്കുന്ന ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്. അത്രമാത്രം ഭീകരമായ പട്ടിണിയാണ്. അതിൻ്റെ കാരണം അവർക്ക് അവിടെ സമ്പത്ത്, അവരുടെ നാട്ടിൽ സമ്പത്തില്ലാഞ്ഞിട്ടല്ല. സമ്പത്ത് വിദേശ രാജ്യങ്ങൾ ചൂഷണം ചെയ്ത് കൊണ്ടുപോകുന്നു. ഇവർക്ക് ചെറിയ ചെറിയ അഴിമതി നടത്തി കൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം അവരെന്നെ ചൂഷണം ചെയ്യുന്ന എന്തും തെറ്റാണെന്നും അവരെന്നെ വഞ്ചിച്ച് ഉണ്ടാക്കുന്ന മുതൽ അത് ഒരു പാപമാണെന്നും ഒക്കെയുള്ള ആ ഒരു ശക്തവും വ്യക്തവും ആയിട്ടുള്ളൊരു പഠനം മുഖം നോക്കാതെ കൊടുക്കാനും അഴിമതിയുടെ ഭാഗമാവില്ല എന്ന് നമ്മുടെ സാമൂഹിക സാംസ്കാരിക മത സമൂഹങ്ങൾക്ക് ശക്തമായ നിലപാടെടുക്കാനും കഴിഞ്ഞാൽ മാത്രമേ
യാതൊരു തരത്തിലും അഴിമതിയെ പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ള നിലപാടെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരികയുള്ളൂ. അത് ഒരു മാറ്റം സർക്കാർ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മളിൽ ശ്രവിക്കുന്ന നമ്മളൊക്കെ തന്നെയും നമ്മളോട് ബന്ധപ്പെട്ടവർ തന്നെയും അഴിമതിയെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും ആരെയും വഞ്ചിക്കാതിരിക്കുകയും ആരെയും ചൂഷണം ചെയ്യാതിരിക്കുകയും ആരെയും പറ്റിക്കാതിരിക്കുകയും അങ്ങനെ ആരെയും പറ്റിച്ചിട്ട് വഞ്ചിച്ചിട്ട് ചൂഷണം ചെയ്തിട്ട് കവർന്നെടുത്തിട്ട് ഒരു മുതൽ കൂട്ട് നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്താൽ തന്നെ ഒരുപാട് മാറ്റങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ടാവും. അത് തെറ്റ്, കുറ്റം, പാപമാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ അടുത്ത തലമുറയിലേക്ക് കൈമാറാനും നമുക്ക് കഴിയണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. റേഡിയോ മല്ലു, മലയാളിയുടെ പാട്ടുപെട്ടി.